ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സാബീസ് ക്രിയേഷൻസ് കേക്ക്സ്. ഇന്നൊരു 2 ടയർ കേക്കാണ് കേട്ടോ. ഇത് ഹോട്ട് വീൽസിൻ്റെ തീമിൽ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തൊരു കേക്കാണ്. മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഇതിൽ ഫോണ്ടൻറ്റ് വർക്ക്സ് ആണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്തിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഹോട്ട് വീൽസിൻ്റെ തീം ആയതുകൊണ്ട് തന്നെ ബേസിൽ നമുക്ക് ആ ഒരു റോഡിൻ്റെ ട്രാക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബേസ് ആണ് കേട്ടോ ഇതിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വർക്ക് ഈസി ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ബേസിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ബേസിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ഫോണ്ടൻ്റ് കൊടുത്തിട്ട് അതിൽ വൈറ്റ് ട്രാക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു റോഡിൻ്റെ എഫക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു കേക്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു വർക്കാണ് കേട്ടോ ഈ ഒരു ഫ്ലെയിംസ്. ഇത് ഞാൻ ഫോണ്ടറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പ്രിൻ്റ് ഔട്ട്സാണ് ഫസ്റ്റ് ഞാൻ ഓപ്ഷൻ കൊടുത്തത്. പക്ഷേ കസ്റ്റമറിന് ഇത് ഫോണ്ടൻറ്റിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ 2 കളേഴ്സ് അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നൈഫ് കൊണ്ട് പ്രിൻ്റ് ഔട്ട്സ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു എഫക്റ്റോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഡിസൈനിൽ കട്ട് ഔട്ട്സ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പം ഭയങ്കര പെർഫെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നത് ബർത്ത്ഡേ ബോയിൻ്റെ നെയിമാണ് കേട്ടോ. അത് നമ്മൾ കേക്കിനോട് മാച്ച് ആക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതിൽ ഞാൻ ബോട്ടം ടയർ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ നെയിം കൊടുക്കുന്നത്. പിന്നെ ആ ഒരു റോഡിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ലൈൻസ് ഇങ്ങനെ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചെറിയ ടോയ് കാറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. ഇനി ടോപ്പ് ടയറിലാണ്. ടോപ്പ് ടയറിലും ഇതുപോലെ തന്നെ ഫുള്ള് ഫോണ്ടൻറ്റ് വർക്ക്സ് തന്നെയാണ് വരുന്നത്. ആ ഒരു ഫ്ലാഗിൻ്റെ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഫോണ്ടൻറ്റ് ഒരു 1 ഡേ ബിഫോർ തന്നെ കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റിക്ക് ആവാണ്ട് നല്ല ഹാർഡായിട്ടുള്ളൊരു ഫോണ്ടൻറ്റിന് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീമിൽ കൊടുക്കുമ്പം നല്ലോണം ഡ്രൈ ആയ ഫോണ്ടൻ്റ് ആക്സൻസിനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടോപ്പേഴ്സ് പോലെയൊക്കെ കൊടുക്കുമ്പം കേക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം മെൽട്ടായിട്ട് അതിങ്ങനെ താഴോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല ഡ്രൈ ആക്കിയതാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈമും കേക്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഇത് 6th ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു 6 എന്നുള്ളൊരു ടോപ്പറും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്ലെയിമിൻ്റെ ടോപ്പിൽ ജസ്റ്റ് പ്രിൻ്റ് ഔട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പ്രിൻ്റ് ഔട്ടും നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്തതിലും ഏതാണ് കൂടുതൽ ഭംഗി നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാബീസ് ക്രിയേഷൻസ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. So thank you for watching.